അന്തരീക്ഷവുമായി ചേരുമ്പോഴോ കാലപ്പഴക്കം കൊണ്ടോ അല്ലാതെയോ വിഷമയമായതും രോഗത്തിന് കാരണങ്ങളാകുന്നതുമായ വസ്തുക്കൾ പലതുണ്ട്. ഇത്തരം വസ്തുക്കൾക്ക് പല രാജ്യങ്ങളും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ 60 രാജ്യങ്ങളിൽ നിരോധനമുള്ള ഒരു വസ്തു ഇന്ത്യയിലെ വീടുകളിൽ സർവ്വസാധാരണമാണ്. ലോകത്ത് ഈ വസ്തു ഇറക്കുമതി ചെയ്യുന്നതിൽ 44% ഇന്ത്യയിലാണ്. ഏതാണ് ആ വസ്തു എന്നല്ലേ? ആസ്ബറ്റോസ് ആണത്. 80കളിലെയും 90കളിലെയും പല വീടുകളുടെയും ചുമരും ഉത്തരവും ഉണ്ടാക്കിയിരുന്നത് ആസ്ബറ്റോ ഷീറ്റോ അതടങ്ങിയ സിമന്റോ കൊണ്ടായിരുന്നു. കഴിഞ്ഞ ഒരൊറ്റ വർഷം ഇന്ത്യയിൽ ഇറക്കുമതിയിൽ 29% ഇത് കൂടിയെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വീടിന്റെ ഷീറ്റായും സിമന്റിലും മാത്രമല്ല, വാഹനങ്ങളുടെ ബ്രേക്ക് ഭാഗങ്ങളിലും നിലത്തിടുന്ന ടൈൽസുകളിലും ആസ്ബറ്റോസ് എന്ന് പറയപ്പെടുന്ന കാർസിനോജൻ ഉപയോഗിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ജപ്പാൻ, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇത് നിരോധിച്ചിട്ടുണ്ട്. അമേരിക്ക ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഇത് നിരോധിച്ചിട്ടുള്ളത്. എന്നാൽ വ്യാപകമായി ഇത് ഖനനം ചെയ്തെടുക്കുന്ന റഷ്യ ആ പ്രവൃത്തി ഇപ്പോഴും തുടരുകയാണ്. 6 മില്യൺ ആളുകളാണ് കാർസിനോജൻ കാരണം രോഗബാധിതരാകുന്നത്. അതിൽ 6 ലക്ഷത്തിലധികം ക്യാൻസർ രോഗികളാണുള്ളത്. ആസ്ബറ്റോസ് ഉപയോഗം തടഞ്ഞ ബ്രസീലിൽ നിന്നടക്കം ഇന്ത്യ ആസ്ബറ്റോസ് വരുത്തുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളികളിൽ ദിനേന ആസ്ബറ്റോസ് ശ്വസിക്കുന്നത് അപകടം വിളിച്ചു വരുത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരാണ്. ക്ലാസ് 1 കാർസിനോജനാണ് 60 രാജ്യങ്ങൾ നിരോധിച്ചിട്ടുള്ളത്. ഇവയ്ക്ക് പകരം എന്ത് ഉപയോഗിക്കാനാകും എന്നത് ഇനിയും വ്യക്തത വന്നിട്ടില്ല.